ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് കുറച്ച് കെമിസ്ട്രി പഠിക്കാം. അപ്പോൾ എല്ലാവരും LDCക്കും ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനൊക്കെ പഠിക്കുകയാണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദ ബേസിക്. ആറ്റത്തിൻ്റെ ചരിത്രം. ദ്രവ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അവിഭാജ്യ നിർമ്മാണ ഘടകങ്ങൾ കൊണ്ടാണെന്ന് കണികാ സിദ്ധാന്തത്തിൽ BC 600കളിൽ ജീവിച്ചിരുന്ന കശ്യപ് എന്നു പേരുള്ള കണാദ മുനി പ്രസ്താവിച്ചിരുന്നു. അപ്പോൾ ദ്രവ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അവിഭാജ്യ നിർമ്മാണ ഘടകങ്ങൾ കൊണ്ടാണെന്ന് കണികാ സിദ്ധാന്തത്തിൽ BC 600കളിൽ ജീവിച്ചിരുന്ന കശ്യപ് എന്ന പേരുള്ള കണാദ മുനി പ്രസ്താവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിസൂക്ഷ്മമായ പരമാണുക്കൾ കൊണ്ടാണ്. എന്താണ്? പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിസൂക്ഷ്മമായ പരമാണുക്കൾ കൊണ്ടാണ്. കണികാ സിദ്ധാന്തം പ്രസ്താവിച്ച കൃതിയാണ് വൈശേഷിക സൂത്രങ്ങൾ. എന്താണ്? കണികാ സിദ്ധാന്തം പ്രസ്താവിച്ച കൃതിയാണ് വൈശേഷിക സൂത്രങ്ങൾ. കണികാ സിദ്ധാന്തം പ്രസ്താവിച്ച കൃതിയാണ് വൈശേഷിക സൂത്രങ്ങൾ. വിഭജിക്കാൻ പറ്റാത്തത് എന്നർത്ഥം വരുന്ന അറ്റോമിയോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. വിഭജിക്കാൻ പറ്റാത്തത് എന്നർത്ഥം വരുന്ന അറ്റോമിയോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന ഡെമോക്രീറ്റസ് ആണ് ഈ പേര് നിർദ്ദേശിച്ചത്. അപ്പോൾ ആറ്റം എന്ന പേര് അറ്റോമിയോ എന്ന പേര് നിർദ്ദേശിച്ചത് ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന ഡെമോക്രീറ്റസ് ആണ്. അപ്പോൾ വിഭജിക്കാൻ പറ്റാത്തത് എന്നർത്ഥം വരുന്ന അറ്റോമിയോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന ഡെമോക്രീറ്റസ് ആണ് ഈ പേര് നിർദ്ദേശിച്ചത്. അപ്പോൾ ദ്രവ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അവിഭാജ്യ നിർമ്മാണ ഘടകങ്ങൾ കൊണ്ടാണെന്ന് കണികാ സിദ്ധാന്തത്തിൽ BCE 600കളിൽ ജീവിച്ചിരുന്ന കശ്യപ് എന്ന പേരുള്ള കണാദ മുനി പ്രസ്താവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പദാർത്ഥങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിസൂക്ഷ്മമായ പരമാണുക്കൾ കൊണ്ടാണ്. കണികാ സിദ്ധാന്തം പ്രസ്താവിച്ച കൃതിയാണ് വൈശേഷിക സൂത്രങ്ങൾ. അപ്പോൾ വൈശേഷിക സൂത്രങ്ങൾ എന്ന കൃതിയിലാണ് കണികാ സിദ്ധാന്തം പ്രസ്താവിച്ചത്. വിഭജിക്കാൻ പറ്റാത്തത് എന്നർത്ഥം വരുന്ന അറ്റോമിയോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. വിഭജിക്കാൻ പറ്റാത്തത് എന്നർത്ഥം വരുന്ന അറ്റോമിയോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന ഡെമോക്രീറ്റസ് ആണ് ഈ പേര് നിർദ്ദേശിച്ചത്. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം. ബ്രിട്ടീഷുകാരനായിരുന്ന ജോൺ ഡാൾട്ടൺ 1808 ആറ്റത്തെ സംബന്ധിച്ച് ആദ്യമായി ഒരു ശാസ്ത്രീയ സിദ്ധാന്തം അവതരിപ്പിച്ചു. ഡാൾട്ടൺ സിദ്ധാന്തം ഇത് അറിയപ്പെടുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരനായിരുന്ന ജോൺ ഡാൾട്ടൺ 1808 ആറ്റത്തെ സംബന്ധിച്ച് ആദ്യമായി ഒരു ശാസ്ത്രീയ സിദ്ധാന്തം അവതരിപ്പിച്ചു. ഡാൾട്ടൺ സിദ്ധാന്തം എന്നാണിത് അറിയപ്പെടുന്നത്. രസതന്ത്ര ദർശനത്തിലെ ഒരു പുതിയ സമ്പ്രദായം എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന പ്രസിദ്ധീകരണത്തിലാണ് ഇത് അവതരിപ്പിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാരനായിരുന്ന ജോൺ ഡാൾട്ടൺ ആയിരുന്നു ഡാൾട്ടൺ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇത് ആറ്റത്തെ സംബന്ധിച്ച് ആദ്യമായി അവതരിപ്പിച്ച ഒരു ശാസ്ത്രീയ സിദ്ധാന്തമായിരുന്നു. എന്നാണ്? 1808 ഇത് അവതരിപ്പിച്ചത്. ഇനി ഇത് അവതരിപ്പിച്ചത് ഏത് പ്രബന്ധത്തിൽ അല്ലെങ്കിൽ ഏത് പ്രസിദ്ധീകരണത്തിലായിരുന്നു? രസതന്ത്ര ദർശനത്തിലെ ഒരു പുതിയ സമ്പ്രദായം. എന്താണ്? രസതന്ത്ര ദർശനത്തിലെ ഒരു പുതിയ സമ്പ്രദായം എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന പ്രസിദ്ധീകരണത്തിലായിരുന്നു ഡാൾട്ടൺ സിദ്ധാന്തം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ഡാൾട്ടൺ സിദ്ധാന്തത്തിലെ പ്രധാന വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ദ്രവ്യം നിർമ്മിച്ചിരിക്കുന്നത് അവിഭാജ്യ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. എന്താണ്? ദ്രവ്യം നിർമ്മിച്ചിരിക്കുന്നത് അവിഭാജ്യ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. 2. ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങൾക്കും മാസ് ഉൾപ്പെടെ സമാന ഗുണങ്ങളായിരിക്കും. അതുപോലെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത മാസമായിരിക്കും. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങൾക്കും മാസ് ഉൾപ്പെടെ സമാന ഗുണങ്ങളായിരിക്കും. അതായത് ഒരു മൂലകത്തിലുള്ള എല്ലാ ആറ്റത്തിൻ്റെയും മാസും അതിൻ്റെ ഗുണങ്ങളും സെയിം ആയിരിക്കും. അതുപോലെ വ്യത്യസ്ത മൂലകങ്ങളിലെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും ആയിരിക്കും ഉണ്ടാവുക. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ കൂടിച്ചേർന്ന് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. എന്താണ്? വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ ഒരു ഫിക്സഡ് റേഷ്യോയിൽ ചേർന്നിട്ട് ഉണ്ടാകുന്നതാണ് സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ്. ഒരു രാസപ്രവർത്തനത്തിൽ ആറ്റങ്ങൾ നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. എന്താണ്? ഒരു രാസപ്രവർത്തനത്തിൽ ആറ്റങ്ങൾ നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല.
അപ്പോൾ ഇത്രയാണ് ഡാൾട്ടൺ സിദ്ധാന്തത്തിൽ പറഞ്ഞേക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ ഡാൾട്ടൺ സിദ്ധാന്തത്തിലെ പ്രധാന വസ്തുതകൾ ഏതൊക്കെയാണ്? ദ്രവ്യം നിർമ്മിച്ചിരിക്കുന്നത് അവിഭാജ്യ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങൾക്കും മാസ് ഉൾപ്പെടെ സമാന ഗുണങ്ങളായിരിക്കും. അതുപോലെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത മാസുമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ കൂടിച്ചേർന്ന് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. ഒരു രാസപ്രവർത്തനത്തിൽ ആറ്റങ്ങൾ നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇത്രയാണ് ഡാൾട്ടൺ സിദ്ധാന്തത്തിലെ പ്രധാന വസ്തുതകൾ. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് ഡാൾട്ടൺ സമർത്ഥിച്ചെങ്കിലും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് നടന്ന ചില പരീക്ഷണങ്ങൾ ഇത് ശരിയല്ല എന്ന് തെളിയിച്ചു. അതായത് നമുക്ക് ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയും. ഇന്ന് നമുക്കറിയാം ആറ്റത്തിലെ കണങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നിവയാണ്. സോ ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. ഈ പരീക്ഷണങ്ങളിലൂടെ ആറ്റത്തെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ ഉപ അറ്റോമിക കണികകളായി വിഭജിക്കാമെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആറ്റം എന്നത് ഇൻഡിവിസിബിൾ ആണെങ്കിലും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ എന്താണ് ആറ്റത്തിനെ വിഭജിക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിച്ചു. എന്തൊക്കെയായിട്ട് വിഭജിക്കാം? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ ഉപ അറ്റോമിക കണികകളായി വിഭജിക്കാമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.